Good morning, good afternoon, good evening, dear business and 360 participants and business owners. Very happy to welcome you to yet another session of Businessman 360 Live Q&A, and we meet every Sunday. So, good morning and hope you're doing really great. And let's start quickly in the session. ആദ്യമായിട്ട് ഞങ്ങളുടെ ലൈവ് ക്യൂഎൻഎ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വോണ്ട് ടു ഹാവ് ക്വിക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് വാട്ട് ബിസിനസ്മാൻ 360 ഇസ്. ബിസിനസ്മാൻ 360 എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബിസിനസ് എക്സ്ക്ലൂസീവ് ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം ആണ്. അപ്പൊ ഈ ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് എവ്രി ഹൂഎവർ ഇസ് എ പാർട്ടിസിപ്പന്റ് ഓഫ് ദിസ് കോച്ചിങ് പ്രോഗ്രാം, ഈ കോച്ചിങ് പ്രോഗ്രാം മാത്രമല്ല ഞങ്ങളുടെ ഒത്തിരി ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കും ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു അബ്സല്യൂട്ട്ലി ഫ്രീ ലൈവ് Q&A സെഷൻ ആണ്, വിച്ച് വി ഹോസ്റ്റ് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചയും ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഹോപ്പ് ഐ എം ഓഡിബിൾ. ഐ എം ഓൺ ആൻ അഡീഷണൽ നെറ്റ്വർക്ക്. Regular Wi-Fi is not working, so just give me a hi, a yes if I am audible. Am I audible to you? If yes, please quickly give me a yes in the chat box or somewhere where if I am audible to you, because a lot of things are happening on my network data. So just want to make sure that this is working. All right. So my okay. One second. Okay. All right. So I think, yes, we are there. It is working. So let's start the day today. അപ്പം ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഇന്നത്തെ സെഷനിൽ the topic that we are bringing in, ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറേ questions, you would not have seen the topic yesterday. That's because ഒത്തിരി ചോദ്യങ്ങൾ റിഫ്ലക്ട് ചെയ്തതിനു ശേഷമാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തത്. What should we actually bring in എന്നുള്ളത് സെലക്ട് ചെയ്തത്. അപ്പൊ അവിടെ വാട്ട് വി ഹാവ് ടുഡേ ഇസ് ഹൗ ഡു യു ട്രെയിൻ യുവർ എംപ്ലോയീസ്. ട്രെയിനിങ്ങിനെ കുറിച്ച് കുറേ പേർക്ക് പ്രത്യേകിച്ചും ഞങ്ങളുടെ സെഷൻസിലൊക്കെ ചോദ്യങ്ങൾ വരുന്നത്, എന്താണ് ഇപ്പൊ നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് എന്താണ്? ഹൗ ഡു യു ആക്ച്വലി ട്രെയിൻ? യു ഫൈൻഡ് എൻ നമ്പർ ഓഫ് ട്രെയിനേഴ്സ് ഇൻ ദ മാർക്കറ്റിൽ ഇഷ്ടംമാതിരി ട്രെയിനേഴ്സ് ഉണ്ട്. പീപ്പിൾ ഹു ഹാവ് ഗുഡ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് ടു ഓൾ ദി ട്രെയിനേഴ്സ്, but then people who have got good communication skills, ഏകദേശം communication skills ഒന്നും തിരക്കാടില്ലാണ്ട് ഉണ്ടെങ്കിൽ, കുറച്ചൊരു ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, they generally become good trainers. They are good trainers, they are good communicators. പക്ഷേ നമ്മുടെ കമ്പനിയിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ ഫോർമുലയാണ്. ഓക്കെ, ഓർഗനൈസേഷൻസിലെ കമ്പനീസിലെ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി എ ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് നോട്ട്, ഞാൻ അതൊരു കമ്പൽഷൻ ആയിട്ട് പറയുന്നില്ല, ബട്ട് ഇറ്റ് മൈറ്റ് നോട്ട് ബി എഫക്റ്റീവ് ഫോർ യുവർ ടീം മെമ്പേഴ്സ്. അതായത് അത് ചിലപ്പോഴേ വർക്ക്ഔട്ട് ആവുള്ളൂ. ഒത്തിരി ബിസിനസ് ഓണേഴ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് കോർപ്പറേറ്റ് ട്രെയിനിങ്, എനിക്കൊന്ന് ബിസിനസ്മാൻ 360 ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങള് ഈ ഒരു പ്രോഗ്രാം തുടങ്ങാൻ തന്നെ കാരണം ബിക്കോസ് വി ക്ലോസ്ലി വർക്ക് വിത്ത് കമ്പനീസ് ആൻഡ് കോർപ്പറേറ്റ്സ്. വളരെ ക്ലോസ് ആയിട്ട്, വളരെ അടുത്ത കമ്പനീസും കോർപ്പറേറ്റ്സുമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ തർപ്പിച്ച് പറയാൻ പറ്റുന്ന. മോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഓണേഴ്സ് ഹാവ് കം ബാക്ക് ആൻഡ് ടോൾഡ്, വൈ ഷുഡ് വി ആക്ച്വലി സ്പെൻഡ് സോ മച്ച് ഓർ ഇൻവെസ്റ്റ് അവർ ടൈം സോ മച്ച്. സ്പെൻഡ് എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല, ഇൻവെസ്റ്റ് അവർ ടൈം സോ മച്ച് ഇൻ ടു training the employees when they are not willing to stay here for more than 1 year. ഒരു വർഷത്തിനപ്പുറത്തേക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത എംപ്ലോയീസിനെ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റുക? അതായത് എന്തിനാ നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഇത്രയും കാര്യമായിട്ട് എന്തിനാ ചെയ്യുന്നതെന്നുള്ളവരുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ബിസിനസ് ഓണേഴ്സ് ഹു ഹാവ് കം ബാക്ക് ടു us and said is, ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് മാഡം, ട്രെയിനിങ് അവിടുന്ന് കുറെ ട്രെയിനേഴ്സിനെയൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കും. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു 1 week will be a difference. After that there is absolutely no change. They are back to pavilion. So why unnecessary spend so much on training programs?
പിന്നീട് നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിചയത്തിലൊരു ട്രെയിനർ ഉണ്ട്. നമുക്ക് പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ അറിയാം, അവൻ ട്രെയിനിങ് എടുക്കും നന്നായിട്ട്, വലിയ പൈസയൊന്നും ആവില്ല, അവനെ വിളിച്ചിട്ട് ഞാൻ ട്രെയിനിങ് ഒന്ന് എടുപ്പിക്കാം എന്നുള്ളത്. ദാറ്റ് ഈസ് ദി അനദർ തിങ് ദാറ്റ് യു ഡു. ആൻഡ് ദെൻ അതുകൊണ്ട് വലിയ മിച്ചമൊന്നും നമ്മുടെ എംപ്ലോയീസിന് വന്ന് കണ്ടിട്ടില്ല മാഡം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു അൺഫോൾഡ് ഓൾ ഓഫ് ദീസ് മിത്സ്. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, എന്തിനാണ് ട്രെയിനിങ് ആവശ്യം, എന്തുകൊണ്ട് നിങ്ങൾ എംപ്ലോയീസിന് സ്ഥിരമായിട്ട് ട്രെയിനിങ്ങിന്റെ ഒരു സിസ്റ്റം, വെദർ യു ഡു ഇറ്റ് ഓർ യു ഹയർ സംബഡി, ഇറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ, ബട്ട് ഹൗ ഡു യു ഡു ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചെയ്താലും നിങ്ങൾ ഹയർ ചെയ്യുന്ന ആൾക്കാർ ചെയ്താലും ആര് ചെയ്താലും അത് എങ്ങനെ ചെയ്യുന്നു, എവിടെ കൊണ്ടുപോയിട്ട് അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യു ആർ ഇൻവെസ്റ്റിംഗ് സംതിങ് ഇൻ ടു യുവർ എംപ്ലോയീസ്. നിങ്ങളുടെ എംപ്ലോയീസിലേക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, അതിന് ഡെഫിനറ്റ്ലി ദർ ഹാസ് ടു ബി റിട്ടേൺസ്. ആൻഡ് ദർ ആർ സോ മെനി ഓഫ് ദം ഹു കം ബാക്ക് ആൻഡ് സേ ട്രെയിനിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കാണാനില്ല, ഗ്രോത്തിലൊന്നും കാണാനൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു ഇൻ റിട്ടേൺ. ഞങ്ങൾ ഇതുവരെയും എടുത്തിട്ടുള്ള എല്ലാ കോർപ്പറേറ്റ് കമ്പനീസും വി ഹാവ് ഗിവൻ a written report on how do you get a difference, transformation, return on investment, how do you define എവിടെയാണ് സെയിൽസിൽ കറക്റ്റ് ആയിട്ട് ഈ ട്രെയിനിങ് കൊടുത്ത കാരണം മാറ്റം വന്നിട്ടുള്ളത്, അതുകൊണ്ട് എത്ര ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ. ഇത് 100% യൂട്യൂബിൽ ലൈവായിട്ടും പോകുന്നുണ്ട്. ഓൾ മൈ ഓഡിയൻസ് ആർ വാച്ചിങ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ ഇൻ എനി ട്രെയിനിങ് ഫീൽഡ്. ബട്ട് ആ ട്രെയിനിങ് കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ബിസിനസ് ഓണർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിപ്പം ഒരു ട്രെയിനറിനെ വെണ്ടർ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കമ്പനീനെ വെണ്ടർ ആയിട്ട് എടുത്തു. ഇറ്റ് ഇസ് സിമിലർ ടു ഹയറിംഗ് എനി അതർ വെണ്ടർ. വേറെ ഏത് വെണ്ടറിനെയും ഹയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഏജൻസിനെ ഹയർ ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ആ ഏജൻസി കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം, ആ സർവീസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി വെൻ യു കോൺട്രിബ്യൂട്ട് യുവർ സൈഡ്. നമ്മുടെ സൈഡ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് വളരെ കൃത്യമായിട്ട് ആ കമ്പനിക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ആ ഏജൻസിക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാലാണ് where we are able to give the results. ഏതൊരു ട്രെയിനിങ് കമ്പനിക്കും അപ്പം മാത്രമേ ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ ഹൗ മെനി ഓഫ് യു ആർ ദെയർ? വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ലിസണിങ് ടു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ടു എസ്റ്റാബ്ലിഷ് ദിസ് കൾച്ചർ ഓഫ് ട്രെയിനിങ് ആൻഡ് ലേണിംഗ് ഇൻ യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ കമ്പനിയിൽ ഈ ട്രെയിനിങ്ങിന്റെ ഒരു കൾച്ചർ, അത് ഒരിക്കലും കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങണം എന്നൊരു നിർബന്ധമില്ല. But this culture of learning, this culture of updation should be started right from the beginning. തുടക്കം മുതലേ അത് തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷൻസിൽ വേണം. And that is really, really, really important. So how many of you are ready to jump into it? Can I see a yes in the chat box or an R in the chat box? Are we there? Yes, yes, yes. Good. And I can also see a yes in the YouTube comment box. Those who are watching, please do let us know that you are there. Yes. Thank you so much. Thanks a lot. Okay, this is good. All right. Okay. Let's start. I am going to share my screen quickly here. How do you train your employees? Okay. The first stage, I'm going to give you a protocol or some strategies. എങ്ങനെയാണ് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ആണ്. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ എനി ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും പ്ലീസ് ഗോ ഫോർ ആൻ അനാലിസിസ് ആൻഡ് അസസ്മെന്റ്. Now, if you're hiring an agency, if ഏതെങ്കിലും ഒരു ഏജൻസിനെ ഹയർ ചെയ്യാണ്, ഏതെങ്കിലും ഒരു ട്രെയിനറിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ട്രെയിനർക്കിന്റെ കയ്യിലുള്ള ഒരു മോഡ്യൂൾ, ഒരു പാക്കേജ്, സെയിൽസിന് ഇത് ഇന്ന ടോപ്പിക് ആണ്, ഇതിന് ഇന്ന ടോപ്പിക് ആണ്, അത് വന്ന് ഡെലിവർ ചെയ്ത് പോയാൽ അതൊരിക്കലും നിങ്ങളുടെ ഓർഗനൈസേഷന് അനുസരിച്ചിട്ടുള്ള സാധനം ആവില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇമ്പാക്ട് അവിടെ കൊണ്ടുപോയി വെക്കുമ്പം അതിന് ഇമ്പാക്റ്റിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. What all should we analyze? One thing you should analyze is your skills or the knowledge set of your employees. അതായത് നിങ്ങളുടെ എംപ്ലോയീസിന്റെ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ നോളജ് സെറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
രണ്ടാമത്തെ കാര്യം, which is very important, is what is it that will help your business? എന്ത് സാധനം ട്രെയിൻ, എന്തിൽ പ്രൊഡക്റ്റ് പ്രോസസ്സിലാണോ ട്രെയിൻ ചെയ്തെടുക്കണ്ടേ, ഏതെങ്കിലും ഒരു സ്കില്ലിലാണോ ട്രെയിൻ ചെയ്തെടുക്കണ്ടേ, സിസ്റ്റമാറ്റിക് ആവാനാണോ ട്രെയിൻ ചെയ്തെടുക്കണ്ടേ, അവർക്ക് എന്തെങ്കിലും നോളജ് ഇല്ലാത്തതാണോ ട്രെയിൻ ചെയ്തെടുക്കണ്ടേ, പ്രോഡക്റ്റ് നോളജ് ആണോ ട്രെയിൻ ചെയ്തെടുക്കണ്ടേ, എവിടെയൊക്കെയാണ് റിക്വയർമെന്റ് വരുന്നത് എന്നുള്ള ഒരു അനാലിസിസും ഒരു അസസ്മെന്റും നന്നാവും. രണ്ടാമത്തെ അനാലിസിസ് ആൻഡ് അസസ്മെന്റ് is your, we call it in trainers language, we call it SWOT analysis. അതായത് SWOT analysis. അതിന് പറയുന്നത് സ്ട്രെങ്സ്, യുവർ ഓർഗനൈസേഷൻ സ്ട്രെങ്സ്, യുവർ എംപ്ലോയീസ് സ്ട്രെങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. വീക്ക്നെസ്, വെരി ഇമ്പോർട്ടൻറ്റ്, ആസ് ഈക്വൽ ആസ് യുവർ സ്ട്രെങ്സ്. വീക്ക്നെസ് ഷുഡ് ബി നോൺ ടു യു. എവിടെയാണ് ഇവിടെ കുറവ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ ഏറ്റവും നന്നാവും. then your opportunities, ഈ സ്ട്രെങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, ഈ സ്ട്രെങ്സ് ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനിയും നമുക്ക് യൂസ് ചെയ്യാണ്ട് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആൻഡ് ഫൈനലി ദ ത്രെറ്റ്സ്, വീക്ക്നെസ്സിനെ മാറ്റിയിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് ദി ത്രെറ്റ് ടു ദി ഓർഗനൈസേഷൻ, വീക്ക്നെസ്സിനെ എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ വാട്ട് ആർ ദി ത്രെറ്റ്സ് that your organization is going to face എന്നുള്ളതാണ് important. So analysis and assessment, that stage is absolutely important. Are we ready? Yes. So first stage, very very important. അത് പല രീതിയിലും ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഓർഗനൈസേഷൻ ടീമിന്റെ ഒബ്സർവേഷനിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദി സ്ട്രെങ്സ്, വാട്ട് ആർ ദി വീക്ക്നെസ്. എക്സ്പീരിയൻസിലും ഒബ്സർവേഷനിലും കൂടെ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. Number two is your this thing, your questionnaires. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റനെയർ കൊടുത്തിട്ട് അവർക്ക് ഏതൊക്കെ സ്കില്ലാണോ ഉള്ളത് ഇല്ലാത്തത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് you can go for self assessments, questionnaires, assessment tests, logical ആണോ ചെയ്യേണ്ടത്, എന്താണോ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ചിട്ടുള്ള അസസ്മെന്റ്സ് കൊടുത്തിട്ട് you can identify this is needed. ഇനി എവിടെയെങ്കിലും ഒക്കെ ഒരു എക്സ്പെർട്ടിന്റെ ആവശ്യമുണ്ട് അസസ്മെന്റിന്, അനാലിസിസിന്, please don't hesitate to hire an expert. So after a while, after you find out that, karna assessments is the most important part of any training program or anything that you do in your business. ബിസിനസിന്റെ അടുത്ത പടിയിലേക്ക് ഗ്രോത്തിലേക്ക് കടക്കാനാണെങ്കിലും ബിസിനസിന്റെ എംപ്ലോയി ട്രെയിനിങ് ആണെങ്കിലും എന്തുമായിക്കോട്ടെ, ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫേസിലെ ട്രെയിനിങ്ങിന്റെ, കാരണം ട്രെയിനിങ് മോഡ്യൂൾ ഉണ്ടാക്കാനോ ട്രെയിനിങ് ഡെലിവർ ചെയ്യാനോ ബുദ്ധിമുട്ടില്ല, പക്ഷേ അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി. എന്താണ് വേണ്ടതെന്നുള്ള ഐഡന്റിഫിക്കേഷനിൽ അവിടെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. So very important is the stage called analysis and assessment. Let's say, example, let's say your company is at a starting stage. Okay, the company is at a starting stage. What, and you are just hiring employees. The type of training that is needed is avarku company ne kurichum, company de vision, mission, goals, philosophy, ഇവിടെ ഉള്ള ഒരു പ്രോസസ്, ഇങ്ങനത്തെ ട്രെയിനിങ്സ് ഒക്കെയാണ് അവർക്ക് ആവശ്യം. വി കോൾ ദീസ് ട്രെയിനിങ്സ് ആസ് ഇൻഡക്ഷൻ ട്രെയിനിങ്. അതായത് whenever an employee comes on board, ഒരു കമ്പനിയിലേക്ക് വന്നു കഴിയുമ്പം ആ കമ്പനിയിൽ പലവരെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രെയിനിങ് പീരീഡിലാണ്. ഓക്കെ, പക്ഷെ നമ്മൾ പെട്ടെന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ ട്രെയിനിങ് പീരീഡ് ഒന്നും നമുക്ക് അങ്ങനെ കൊടുക്കാനുണ്ടാവില്ല. വി ക്വിക്ലി ഷിഫ്റ്റ് ദം ടു സ്റ്റാർട്ട് വർക്കിംഗ്. അവിടെ വരുന്ന ആ ഗ്യാപ്പിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടപ്സിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദി ലൈവിലേക്ക് പോകുന്നതും ട്രെയിനിങ് പ്രോഗ്രാം പ്ലാനും ഒക്കെ ഒരുമിച്ച് പാരലലി ആസ് എ കണ്ടിന്യൂസ് പ്രോസസ് മസ്റ്റ് ഹാപ്പൻ. It should happen continuously. So we call it induction process. And you already, let's say for example, already your team is set, you're already working, കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് തന്നെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും മാനേജ്മെന്റ് കൊണ്ടുവന്നാലും അത് ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളതാണ് നിങ്ങൾ ഒരു നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് ചേഞ്ച് മാനേജ്മെന്റ് ട്രെയിനിങ് ആണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പം പെട്ടെന്ന് നിങ്ങൾ ഇഷ്ടമാതിരി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റം സിസ്റ്റത്തിലോ പ്രോസസ്സിലോ എവിടെയെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് യുവർ ഐഡിയ, യുവർ ബേബി. But when it comes to employees, they will not do it. Why? Because they are not used to it. Why? Because they are in their comfort zone. അത് മാറുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. That is where you need certain changes and also ഒരു change management training. Get them used to these changes. Train them to get into it.
അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. സോ ദിസ് സ്റ്റേജ് ഇസ് വെരി വെരി ക്രൂഷ്യൽ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഇസ് നെസസറി ഫോർ യു. അനാലിസിസ് ആണോ, ആ അസസ്മെന്റ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. People are there who actually give you the assessments and let you judge. ഇതാണ് നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുള്ള അസസ്മെന്റ്. This is the risk if you do not do such things. ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു ടു ക്യാരി ദിസ് ഫോർവേഡ്. ഇങ്ങനെ പറയുന്ന സ്ഥലങ്ങളിലാണ് where you actually get to decide. So this really helps you to make some decisions for your organization. At any point, do not hesitate to do these analysis and assessment. Training കൊടുക്കണം എന്നില്ല, പക്ഷെ ഈ അനാലിസിസ് അസസ്മെന്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ കമ്പനിക്ക് ഇസ് എ അസെറ്റ്. ഓക്കെ, ഇനി ഓൺ ദി സെക്കൻഡ് പാർട്ട് ഇസ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. ഒരു അനാലിസിസും അസസ്മെന്റും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഒബ്ജക്റ്റീവ് എന്താ ട്രെയിനിങ്ങിന്റെ എന്ന് ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു. കയറിയ ഉടനെ ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ടത് ഇൻഡക്ഷൻ ആണ്. അതിനുശേഷം ഇപ്പൊ സപ്പോസ് ഒരു ടീം സ്റ്റാർട്ടായി, ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുത്തു. ഇൻഡക്ഷൻ ട്രെയിനിങ് ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുന്നതല്ല. കാരണം നിങ്ങളുടെ കമ്പനിയിൽ every 6 months you will have some people being added, some people going out and all that. അങ്ങനെ ആവുമ്പം ഈ ഇൻഡക്ഷന്റെ സാധനം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് റെഡി ആയിരിക്കണം. സോ ദാറ്റ് എവറി ടൈം an employee comes on board, you have a system to get this trained, and there is a person to do that, or there is a department to do that, or you have an online module. പല കോമ്പിനേഷൻസിലും ട്രൈ ചെയ്യാം. Okay, but then every time an employee comes in, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും അറിഞ്ഞതിനു ശേഷം മാത്രമേ ചെയ്യുള്ളൂ. പിന്നെയുള്ള ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞത് ചേഞ്ച് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി ലെറ്റ്സ് സേ യു ഹാവ് എ ടീം ഓഫ് സെയിൽസ് പേഴ്സൺസ്. സെയിൽസിന് ഒരു 10 പേരുണ്ട്. ഓക്കെ, വെരി വെരി ക്രൂഷ്യൽ ഫോർ യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ഓർഗനൈസേഷനിലെ ഏറ്റവും അധികം പ്രൊഡക്ടിവിറ്റിയും ഏറ്റവും അധികം വർക്കും കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ് സെയിൽസിലെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ഓരോ ദിവസവും കൊണ്ടുവരുന്ന ബിസിനസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ അവർക്ക് വേണ്ട ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ബൂസ്റ്റർ ട്രെയിനിങ് ആണ് വേണ്ടത്. സെയിൽസിന്റെ ടെക്നീക്സ് ഉള്ള ട്രെയിനിങ് ആണ് വേണ്ടത്, സ്ട്രാറ്റജീസ് ഉള്ള ട്രെയിനിങ് ആണ് വേണ്ടത്. അങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് സെയിൽസ് പാക്കേജ് ആണ് അവരുടെ ആവശ്യം. യെസ് ഓർ നോ? ഓക്കെ, അവരുടെ ഒരു അത്യാവശ്യമാണ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്. ആൻഡ് മാത്രമല്ല അവിടെ പെർഫോമൻസ് വളരെ കൃത്യമായിട്ട്, വി കോൾ ദം ഇൻ ആർ ടേംസ് ആസ് KPIs, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഈ KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു സെയിൽസ് ടീമിന്റെ KPI ആണ് ഹൗ മെനി കോൾസ്, ലെറ്റ്സ് സേ ടെലി സെയിൽസിന്റെ ഒരു ടീമിന്റെ ഹൗ മെനി കോൾസ് in a day is a salesperson able to attend and communicate and send across the message. Let's say ഒരു 100 കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ആവറേജ് ഒരു 50 കൺവേർഷൻസ് എങ്കിലും നടക്കും, അല്ലെങ്കിൽ ഒരു 20 കൺവേർഷൻസ് എങ്കിലും നടക്കും എന്നുള്ളതാണ്. അപ്പൊ one performance indicator is how many number of calls is he able to complete. If he 100 ആണെങ്കിൽ 120 ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനനുസരിച്ച് the probability of conversion is higher. So very, very important is that key performance indicator. What is that key performance indicator? ആ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ മെഷർമെന്റ് വെച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ട്രെയിനിങ് ആണ് അങ്ങനത്തെ എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, യുവർ ട്രെയിനിങ് ഒബ്ജക്റ്റീവും ട്രെയിനിങ് ഗോൾസും ഓരോ എംപ്ലോയിയുടെ റോളിനും നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അതിന്റെ ആവശ്യവും അനുസരിച്ച് ഇത് മാറും. The duration will change, the modules that you're giving is changing, the pattern that you're following is changing, the measurements that you're using is changing. So always have the objectives and goals in mind before we start giving them some training program. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വെറുതെ ഒരു ദിവസത്തെ ട്രെയിനിങ് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഒരു 1/2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തോണ്ടോ, ദാറ്റ് ഇസ് നോട്ട് കോൾഡ് എ ട്രെയിനിങ്, ദാറ്റ് ഇസ് കോൾഡ് എ പെപ് ടോക്ക്. വിൽ വർക്ക് ഫോർ യുവർ എംപ്ലോയീസ് ഫോർ എ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈം. കുറച്ച് കാലത്തേക്ക് ആ പെപ് ടോക്ക് കൊടുത്താൽ ആ എനർജിയിൽ ആ പ്രൊഡക്ടിവിറ്റിയിൽ ദേ വിൽ വർക്ക്. വി ഡു ദാറ്റ് ഇൻ ആർ പ്രൊഡക്ടിവിറ്റി സെഷൻസ്. പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെന്റ് സെഷൻസിന്റെ ആദ്യത്തെ ഭാഗം തീർച്ചയായിട്ടും പെപ് ടോക്ക് ആണ്. ബിക്കോസ് ദേ നീഡ് ദാറ്റ് എനർജി, ദേ നീഡ് ദാറ്റ് ബൂസ്റ്റർ ആൻഡ് ദേ നീഡ് ദാറ്റ് ചാലഞ്ചിങ് എൻവയൺമെന്റ്. അപ്പൊ അതിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ബട്ട് ദിസ് ഹാസ് ടു ബി എ റെഗുലർ സ്കെഡ്യൂൾ ആൻഡ് റുട്ടീൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അലോക്കേറ്റ് റിസോഴ്സസ്. അതായത് ആരൊക്കെയാണ്, എവിടേക്കാണ്, എന്തൊക്കെയാണ് ട്രെയിനിങ്സ് വേണ്ടത് എന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം
who is going to plan this whole thing, what resources they need, training room ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൾ വേണോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അല്ലെ you need some stationaries or whatever you need for a training program, all that needs to be allotted. So this is a very simple step in between. ഇനി ഐഡന്റിഫൈ ട്രെയിനിങ് നീഡ്സ്, ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് നീഡ്സ് പെർട്ടിക്കുലർ സ്കിൽ ഇംഗ്ലീഷ് കമ്മി, അതായത് സെയിൽസിന്റെ ആണ് ഒബ്ജക്റ്റീവ് വെച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ KPIs ഐഡന്റിഫൈ ചെയ്തു. ഇഫ് ദേ ആർ ഏബിൾ ടു ടേക്ക് മോർ കോൾസ്, നൗ ഇഫ് ദേ ആർ ഏബിൾ ടു ടേക്ക് മോർ ഇന്റർനാഷണൽ കോൾസ്, ആ ഇന്റർനാഷണൽ കോൾസ് എടുക്കാനായിട്ട് ഇവർക്ക് നമ്മൾ എംപവർ ചെയ്യേണ്ടത് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ട്രെയിനിങ് നീഡ്സ് നീഡ് ടു ബി ഐഡന്റിഫൈഡ്. രണ്ട്, to get into more calls, to finish more calls and to increase the conversion rate, they should have some clarity in their speech. Clarity വേണം, negotiation വേണം, ഒരു vision വേണം, focus വേണം. ഇതൊക്കെയാണ് വളരെ specific ആയിട്ടുള്ള needs which we identify. So once you identify those training needs, what do we do next? Then you develop your training programs. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ if you have a prior training background, നിങ്ങൾക്ക് ഒരു training background ഉണ്ട്, you feel you can do it well, please go ahead and develop a training program. Absolutely no problem. പക്ഷേ if you are hiring an agency, do not alone depend on them to identify training needs. They are experts in identifying training needs, but for your organization, you are the best judge. Our first hand of communication will be with you. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നീഡ്സ് വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വേണം, അതിൽ ഇല്ലാണ്ടിരിക്കരുത്. അതിനുശേഷം ഇഫ് യു യുവർ സെൽഫ് ആർ പ്ലാനിങ് ടു ട്രെയിൻ ദം, യെസ്, ദെൻ യു ഡെവലപ്പ് യുവർ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇനി അങ്ങനെയല്ല, ട്രെയിനിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തതിനു ശേഷം ദെൻ യു ആർ ഹയറിംഗ് experts from different places, that is also fine, no problem, but develop it based on what do you need. കാരണം അനാവശ്യമായിട്ടുള്ള ഏതൊരു കോണ്ടന്റും is actually harmful for your employees. കാര്യമായിട്ട് പറയാം. കാരണം ബിഫോർ യു ജസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ വേർ എന്റെ ഫ്രണ്ട് ഒരു ട്രെയിനർ ആണ്, അല്ലെങ്കിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ക്ലാസ്മേറ്റ്, ഹി ജസ്റ്റ് വാണ്ട്സ് ടു ട്രൈ ഔട്ട്, ഹി വാണ്ട്സ് സം എക്സ്പീരിയൻസ്, സോ ഹി ഈസ് ചാർജിങ് നോ മണി. അയാൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, നമ്മളോട് പൈസയൊന്നും വാങ്ങൂല, അയാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ, പിള്ളേർക്ക് ഉഷാറാവുമല്ലോ എന്നുള്ളൊരു അപ്രോച്ച് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. കാരണം അദ്ദേഹം വന്നിട്ട് എന്ത് പറയും എന്നുള്ളത് നമുക്കറിയില്ല. ചില സമയത്ത് ചിലവർ എടുക്കുന്ന, ബിക്കോസ് ട്രെയിനിങ്ങിൽ വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ഹൗ ദി പെർസെപ്ഷൻ ഇസ്. നമ്മൾ പറയുന്നത് അത് ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ദേ വെരി വെരി ക്രൂഷ്യൽ ഫോർ അസ്, നമുക്ക് വളരെ ക്രൂഷ്യൽ ആണ്, ഹൈലി സെൻസിറ്റീവ് ആണ്. അപ്പൊ ആ സെൻസിറ്റിവിറ്റി നമ്മുടെ ട്രെയിനർ അഷ്വർ ചെയ്യുന്നുണ്ടോ, അയാൾ നമ്മൾ പറയുന്ന ഭാഷ, ചില സമയത്ത് ഉണ്ടാവും ട്രെയിനേഴ്സിന് മാനേജ്മെന്റ് സ്റ്റഡിയോ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റഡി ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ട്രെയിനിങ് നീഡ്സിന്റെ സ്റ്റഡി ചെയ്തിട്ടില്ലെങ്കിൽ, വാട്ട് യു സ്പീക്ക് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ദി മാനേജ്മെന്റ് ഇസ് സ്പീക്കിംഗ്. ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിസിനസ് ഓണേഴ്സിനോട് പ്ലീസ് ഡു ഗെറ്റ് ഇൻവോൾവ് ഇൻ ഓൾ ദീസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അതായത് ട്രെയിനിങ് ഡെവലപ്മെന്റിൽ തീർച്ചയായിട്ടും ഇൻവോൾവ്മെന്റ് അത്യാവശ്യം ആണ്. So once you develop the programs, then there are training materials to be created. അതായത് എങ്ങനെയാണ് പവർ പോയിന്റ് ആയിട്ടാണോ കൊടുക്കുന്നത്, സോഫ്റ്റ് കോപ്പി ആയിട്ടാണോ, എന്തെങ്കിലും അവർക്ക്. കാരണം എന്താ അറിയോ, ഈ ഹാൻഡ് ഔട്ട്സ് കൊടുക്കുന്നത് അവരത് കൊണ്ടുപോയി സൂക്ഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യൂലായിരിക്കും. പക്ഷെ വെൻ യു ഗിവ് ഹാൻഡ് ഔട്ട്സ്, there are several people എന്തെങ്കിലുമൊക്കെ ഓഫ്ലൈൻ ട്രെയിനിങ്സിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് വെക്കും, എഴുതി വെക്കും, ചിന്തിച്ചു വെക്കും. അങ്ങനെ പലവരും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ റെഫറൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ അബ്സല്യൂട്ട്ലി നെസസറി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് വാസ് സംതിങ് വിച്ച് ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് ട്രെയിനിങ് മെറ്റീരിയൽ നമുക്ക് അവർക്ക് കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പം ആഫ്റ്റർ ക്രിയേറ്റിംഗ് ട്രെയിനിങ് മെറ്റീരിയൽസ്, വാട്ട് നെക്സ്റ്റ്? When you schedule the training sessions, ഒരിക്കലും ദയവ് ചെയ്തിട്ട് ഈ സ്കെഡ്യൂളിംഗിൽ ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ സ്കെഡ്യൂൾ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഞായറാഴ്ച ഫിക്സ് ചെയ്യും, അല്ലേ? ഒരു ഞായറാഴ്ച ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ അവർക്കൊരു ഓഫ് ഉള്ള ദിവസം നമ്മൾ ഫിക്സ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. ദിസ് ട്രെയിനിങ് പ്രോഗ്രാം ഇസ് മെന്റ് ഫോർ ദെയർ ഡെവലപ്മെന്റ്. ആർക്കും ഒരിക്കലും കമ്പനിയിലെ ഡെവലപ്മെന്റിൽ മാത്രമായിരിക്കില്ല താല്പര്യം, അവരും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം വന്നാൽ മാത്രമേ അവരിത് ചെയ്യുള്ളൂ. മാത്രമല്ല അവർക്കും കൂടി കൺവീനിയൻസ്. ആകെ കിട്ടുന്ന ഒരു സൺഡേ ആണെങ്കിൽ, ആകെ ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിൽ, അപ്പൊ ഒരിക്കലും അവര് ദേ വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ്. പിന്നെ ദി ഹോൾ പർപ്പസ് ഓഫ് യുവർ ട്രെയിനിങ്
ഡസ് നോട്ട് സെർവ് അല്ലേ? അപ്പൊ അതായത് വെറുതെ ഒരു സൺഡേ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് please ensure 100% willingness of your employees to work. അതേ സമയത്ത് സപ്പോസ് ഓക്കെ വർക്കിംഗ് സൺഡേ പറ്റില്ല, പക്ഷെ ഇവര് തിരക്ക് പിടിച്ചിട്ടുള്ള സമയം, അതായത് ഭയങ്കരമായി തിരക്ക് പിടിച്ചിട്ട് കാര്യമായിട്ട് അവരുടെ ടാർഗറ്റ്സും സെയിൽസും ഒക്കെ തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സമയത്തും ആവാൻ പാടില്ല. I'll give you an example. Let's say for a textile shop. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് സെയിൽസ് ടീമിന്റെ ട്രെയിനിങ് ആണെങ്കിൽ the best time we prefer is early morning 7:30 to 9:30 and then commit for a breakfast. Finish breakfast by the time your walk-ins come. അപ്പോഴത്തേക്കും സെയിൽസ് ടീം റെഡിയാണ്. അതായത് ബിഫോർ ദ വർക്ക് hours. കുറച്ച് നേരത്തെ വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു ദിവസം മുഴുവനും ടയേർഡ് ആയിട്ട് ക്ഷീണിച്ചിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലേക്ക് പോയിട്ട് അവിടെ എന്താ ട്രെയിനിങ്ങിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെറ്റീഗ് ആയതിനു ശേഷം വന്നിരുന്നിട്ട് കാര്യമില്ല, ഒന്നും തലയിൽ കയറില്ല. Okay, so schedule training sessions accordingly. They may suppose, for example, ഒരു ഹെൽത്ത് കെയർ സെന്റർ ആണ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ഇതാണെങ്കിൽ രാവിലെ മുതൽ തന്നെ തിരക്കുണ്ടാവും. ഏർലി മോർണിംഗ് ബ്ലഡ് ഷുഗർ കൊടുക്കുന്ന ആൾക്കാർ 6 o'clock മുതലേ തിരക്കുണ്ടാവും. ബട്ട് ദേ ആർ റിലേറ്റീവ്ലി ഫ്രീ ഇൻ ദി ആഫ്റ്റർനൂൺ. ഒരു 2 o'clock to 3:30 4 o'clock വരെ സാധാരണ ഫ്രീ ആയിരിക്കും. കാരണം റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയം. സോ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഒരു പാർട്ട് ബൈ പാർട്ട്. So always give them in parts. Make sure that suppose entire team ഉണ്ടെങ്കിൽ വർക്ക് റെപ്രസെന്റ് ചെയ്യാൻ കുറച്ച് പേര്, അല്ലാത്ത സമയം കുറച്ച് പേര്, അങ്ങനെ schedule it according to the convenience of the people. Employee convenience ഉം management convenience ഉം വളരെ important ആണ്. At the same time trainers convenience. Now, yes, assign trainers and facilitators. Make sure ആരെ assign ചെയ്താലും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഹയർ ചെയ്യാം, but make sure that experts are hired. Make sure that അവർക്ക് അവർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ എംപ്ലോയീസുമായിട്ടുള്ള റാപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസുമായിട്ടുള്ള ഒരു കൾച്ചർ. കാരണം ഒരു ട്രെയിനർ എക്സ്റ്റേണൽ ആണെങ്കിൽ, ഒരു ട്രെയിനിങ് ഏജൻസി എക്സ്റ്റേണൽ ആണെങ്കിൽ പോലും they should talk from your side. You have hired. നമ്മൾ ഹയർ ചെയ്തിട്ട് നമ്മുടെ എംപ്ലോയീസിനെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഹയർ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു ട്രെയിനർ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ വന്നിട്ടോ ഒരു ട്രെയിനിങ് കമ്പനി വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് അവരെ ഒരു ട്രെയിനിങ് എടുക്കാൻ, ഡയറക്റ്റ് ആയിട്ട് ഒരു മോഡ്യൂൾ ട്രെയിനിങ് എടുക്കാൻ ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യരുത്. ഒരു എക്സ്പീരിയൻസ് ട്രെയിനർ ആണെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുകയും ചെയ്യും. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് he or she should be introduced properly. അവർ എവിടുന്നാണ് വരുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊരു 3 സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവർ ആദ്യം എംപ്ലോയീസിന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വരാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കണം. ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യണം. ആരാണ് ഇത് എടുക്കുന്നതെന്നും അവരുടെ പ്രൊഫൈൽ എന്താണെന്നും അറിഞ്ഞു കഴിയുമ്പം യുവർ ട്രെയിനർ ഓർ യുവർ ഫെസിലിറ്റേറ്റർ വിൽ ഹാവ് ലോട്ട് മോർ ക്രെഡിബിലിറ്റി ആൻഡ് അക്സെപ്റ്റൻസ്. അതായത് ഇദ്ദേഹം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളും ഇത്രയും വലിയൊരു മനുഷ്യനാണ് എനിക്ക് വന്നിട്ട് ട്രെയിനിങ് എടുക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ എംപ്ലോയീസിനുണ്ടാവും. ഡു നോട്ട് ജസ്റ്റ് ബ്രിങ് ഹിം ആൻഡ് ജസ്റ്റ് ഗെറ്റ് ദ ട്രെയിനിങ് സ്റ്റാർട്ടഡ്. അത് എത്ര ടെക്നിക്കൽ ആണെങ്കിലും ചില സമയത്ത് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെ ആണെങ്കിലും വി ഗെറ്റ് ദിസ് ഫ്രോം നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് ചെയ്യാനായിട്ടുള്ള ആൾ വരും. അയാളെ നമ്മൾ ഒരു പ്രാവശ്യം പോലും അയാള് അതായത് ഈസ് ഓൺ ആർ മേഴ്സി എന്നുള്ള രീതിയിലാണ് അയാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അയാളെ പോയിട്ട് എംപ്ലോയീസിന്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കും. അയാൾ കുറച്ചു നേരം ട്രെയിനിങ് പറയും, എംപ്ലോയീസ് ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കില്ല എന്നറിയില്ല. മറിച്ച് അയാളുടെ പ്രൊഫൈല് പറഞ്ഞിട്ട് അയാൾ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിനോട് ചോദിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ യുവർ പ്രോഡക്റ്റ് ട്രെയിനിങ്സ് ബിക്കം ലോട്ട് മോർ എഫക്റ്റീവ്. പലർക്കും പ്രോഡക്റ്റ് ട്രെയിനിങ്സിൽ ഈ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. And then yes, finally the delivery of training sessions അത് കണ്ടക്ട് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക. അതായത് ഒരു എക്സ്പീരിയൻഷ്യൽ മോഡലിൽ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയാൽ ഹാൻഡ്സ് ഓൺ വേർ ദേ ആർ ഓൾസോ ഇൻവോൾവ്ഡ്. അതായത് യുവർ എംപ്ലോയീസ് നീഡ് നോട്ട് ബി മിയർ ലിസണേഴ്സ്. പ്രത്യേകിച്ചും സെയിൽസ് ടീമിനൊക്കെ നിങ്ങൾ ഇരുന്ന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ they will not have an attention span beyond 10-15 minutes. So make sure your training modules, training programs, trainer, facilitator always engages the audience. Audience-നെ ശ്രദ്ധ പറ്റാൻ എന്തൊക്കെ ചെയ്യണമോ, അവർക്ക് അത് മനസ്സിലാവാൻ എന്തൊക്കെ ചെയ്യണമോ അത് അത്യാവശ്യമാണ്. ഓഡിയൻസ് ആഗ്രിഗേഷൻ, ദാറ്റ് ഇസ് യുവർ എംപ്ലോയി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയി ആക്സെപ്റ്റൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്.
ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു ട്രെയിനിങ്ങിന്റെ എഫക്റ്റീവ്നെസ് തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ്ങിന്റെ എഫക്റ്റീവ്നെസ് തീർച്ചയായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അത് എത്രത്തോളം എംപ്ലോയീസിലേക്ക് അത് എത്തുന്നുണ്ട്. ഓക്കെ, ആർ ദേ ആക്സെപ്റ്റിംഗ് ഇറ്റ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. So always in between, because most of the times whatever you have planned, not necessary എല്ലാവരും അത് ഒരേ സ്പിരിറ്റിൽ ഒരേ രീതിയിൽ എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. റൈറ്റ്? സോ ദാറ്റ് ഇസ് നോട്ട് നെസസറി. എല്ലാവരും ആ ഒരു രീതിയിൽ എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇടയിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നത് നന്നാവും. ഇറ്റ് ഇസ് ഗുഡ്. എങ്ങനെയാണ് അവർ എഫക്റ്റീവ് ആവുന്നുണ്ടോ, അവരെ എങ്ങനെയൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒബ്സർവേഷൻ, അവരുടെ ഇമ്മീഡിയറ്റ് ടീം ലീഡേഴ്സിന്റെ ഒബ്സർവേഷൻ, അവരുടെ ഫീഡ്ബാക്ക്, ഇവരുടെ പേഴ്സണൽ ഫീഡ്ബാക്ക്, 1-to-1 സെഷൻസ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. പിന്നീട് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട്, അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾ സെയിൽസിന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള മാറ്റങ്ങൾ, അതിലുള്ള വ്യത്യാസങ്ങൾ, നമ്പർ ഓഫ് കോൾസ് ക്ലോസ്ഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സെയിൽസ് ക്ലോസ്ഡ്, അതൊക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ് എഫക്റ്റീവ്നെസ്. യെസ്, ഇത് ഒരു പ്രാവശ്യത്തിൽ മാത്രമല്ല, ഫോളോ അപ്പ് സെഷൻസ് നിർബന്ധമാണ് ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമിനും. ലെറ്റ്സ് സേ ഇഫ് യു ആർ ഡൂയിങ് a ട്രെയിനിങ് പ്രോഗ്രാം ഫോർ 3 months, 3 monthsന്റെ എല്ലാ ആഴ്ചയിലും വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു 3 മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ എവറി 3 months 1 or 2 ഫോളോ അപ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. എക്സ്പേർട്സ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഫോളോ അപ്സും പ്രോഗ്രസ് എങ്ങനെ പോകുന്നു എന്നുള്ളതും ആ ഫോളോ അപ്പിന്റെ കോണ്ടന്റും അതിനനുസരിച്ചിട്ട് മാറ്റേണ്ട ആവശ്യം കൂടി ഉണ്ട്. So these were some of the steps, protocols for your how do you train your employees. എനിക്ക് പറ്റുന്ന അത്രയും രീതിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. And now we are open for questions. You can go ahead and shoot your questions. So it's open for all our YouTube viewers and our Zoom participants. So please go ahead and shoot your questions. Do we have a question or shall we begin the countdown? All right, if we do not have any questions or questions illengil innate live Q&A ivada vare matram, and we will see you next week with yet another question or yet another. Yes, Shamla, tell us. I don't have a question, but I just wanted to add one more thing or ask how I think initially we spoke about training and how the culture of training in an organization, right? I also feel that it is important that we started from the top, not just only for the employees, because as business owners, I think we should also be in a continuous learning mode. So that will help slow the culture down. Okay. So what are your thoughts on that? I think you were logged in through 2 systems. I understood that it is important from top to bottom. I did not get the exact concept of what. Yeah, I was just asking how important. I mean, it is important. How important is that? Because as business owners, we also don't find time to get go for trainings or get updated, etc. Right? So yes. Yes. Yeah. So, but we have to, what do you say? Not impose, but we have to encourage the culture. Correct. See, so just your thoughts around that. Yes. Totally. Any business owner must be updated. What is your style of updation is completely up to you. You can choose. Some of them love to go and sit for this training programs. With every training program, that is leadership coaching program, business coaching programs, all these coaching programs give them an energy and boost. So some of them do that. Some of them have a vast reading habit. So that's absolutely necessary.
And I think those business owners who have this interest towards training and development are the ones who are successfully able to bring in a learning and development unit in their organization. And the culture builds from there. You know, they understand. See, we ourselves in our regular routine, those business owners who have attended our sessions or who are good, they have actually called us, given us their team trainings, they've seen the trust in us, they see the importance. So it is easier to convince them. For those who never identify the importance of learning, actually it takes time for them to accept, okay, there has to be a training given to the employees. I think it's absolutely necessary for a business owner to keep themselves updated and, and then bring in this culture of learning within the organization. Yeah. All right. Thank you, Shamla. Thank you so much for that question. And thanks for being here every week with us on the live Q&A session. So for our participants, thanks a lot for joining us today.